എന്തൊക്കെ പറഞ്ഞാലും ജിൻഡോയെ എല്ലാവരും കൂടി വളഞ്ഞിട്ട് കുറ്റപ്പെടുത്തുന്നത് കാണുമ്പോൾ ഒരു ചെറിയ സങ്കടമൊക്കെ വരും അല്ലേ? പക്ഷേ ഒരു കാര്യം പറയാതെ വയ്യ, ഇങ്ങേർക്ക് എവിടെ എന്ത് പറയണമെന്ന് പോലും അറിയില്ല. ജിൻഡോയെ കുറച്ചധികം ഓവറാകുന്നുണ്ട്. ഇത് അനാവശ്യമായിരുന്നു. ഒരു പെൺകുട്ടിയുടെ അടിവസ്ത്രവും മറ്റും അവളുടെ മാത്രം സ്വകാര്യതയാണ്. അതിലിടപെട്ട് പ്രശ്നമുണ്ടാക്കുന്ന മണ്ടൻ എന്ന് വിശേഷിപ്പിക്കുന്ന ജിൻഡോ മഹാ ചീപ്പ് ഗെയിമാണ് കളിക്കുന്നത്. വ്യക്തിത്വം എന്ന ഒരു സാധനം ജിൻഡോയ്ക്ക് ഇല്ലെന്ന് മനസ്സിലാക്കാൻ കഴിയുന്ന കുറേ കാര്യങ്ങൾ ജിൻഡോ വീട്ടിനകത്ത് ചെയ്യുന്നുണ്ടായിരുന്നു. പല സീസണുകളിലും സ്ത്രീകളുടെ അടിവസ്ത്രത്തിനും സാനിറ്ററി പാഡിലും ശ്രദ്ധ കേന്ദ്രീകരിക്കുന്ന ഒരു ഇഴജന്തു ഉണ്ടാവും. ഇത്തവണ മറ്റു പല റോളുകളുടെയും കൂടെ ആ റോൾ നിർവഹിക്കുന്നത് ജിൻഡോയാണ്. കണ്ടന്റിന് വേണ്ടി തിരിച്ചും മറിച്ചും എന്തും പറയുന്ന സ്വഭാവമാണ് ജിൻഡോയ്ക്ക്. പലപ്പോഴായി നുണ പറഞ്ഞാണ് ജിൻഡോ രക്ഷപ്പെടുന്നതും. അത്തരത്തിൽ ലാലേട്ടനോട് പോലും നുണ പറയുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. നിങ്ങൾക്ക് ഓർമ്മയുണ്ടോയെന്നറിയില്ല, കണ്ണട ഇല്ലാതെ വായിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞ ജിൻഡോ പിന്നെ ഒരു അവസരത്തിൽ കണ്ണട ഇല്ലാതെ തന്നെ വായിക്കുന്നതും കണ്ടിരുന്നു. അത്തരത്തിൽ ജിൻഡോ ചെയ്യുന്ന അങ്ങനെയുള്ള പ്രവർത്തികളെല്ലാം ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ചർച്ചയാകുന്നുണ്ട്. എന്തായാലും ഈ സംഭവം ജിൻഡോയ്ക്ക് കട്ട നെഗറ്റീവ് ആകാനാണ് സാധ്യതയുള്ള ഒരു സംഭവമാണ്. മുഴുവൻ സ്ത്രീകളും ഹൗസിനുള്ളവരായിക്കോട്ടെ പുറത്തുള്ളവരായിക്കോട്ടെ ജാസ്മിൻ്റെ കൂടെ നിൽക്കാനാണ് സാധ്യത. ജാസ്മിനോട് 100% ശരിയാണെന്നൊന്നും ഞാൻ അഭിപ്രായപ്പെടുന്നില്ല. കാരണം ജാസ്മിൻ്റെ പല പ്രവൃത്തികളും വീട്ടിനുള്ളിലും പുറത്തും നേരത്തെ തന്നെ വിമർശനം ഏറ്റുവാങ്ങിയിരുന്നു. ഈ വിഷയത്തിൽ എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങൾ മടിക്കാതെ കമൻറ്റ് ചെയ്യുക. വീഡിയോ ലൈക്ക് ഷെയർ ചെയ്യാനും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ ഫ്രണ്ട്സ്.